കുമാർ ഇന്നലെ രാത്രി 12 മണിക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ സാറില്ലായിരുന്നു, അംബിക ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ ഭാര്യയുടെ പേരും അങ്ങ് പഠിച്ച്. എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല സാർ കിടന്നിട്ട്. എന്റെ ഭാര്യയുടെ കൂടെ കിടന്ന് നിനക്ക് ഉറക്കം വരുവോ? അറിയില്ല സാർ, എനിക്ക് അവളില്ലാണ്ട് പറ്റൂല സാർ. ആരംബികെ? അല്ല, ആൻസി, എന്റെ ഭാര്യ. കൗൺസിലിങ്ങിന് വന്നപ്പോ കുമാറല്ലേ പറഞ്ഞത് ഡൈവോഴ്സ് വേണമെന്ന്? അതപ്പോഴത്തെ ഒരു എടുത്തുചാട്ടത്തിന്. ഇപ്പൊ നിന്റെ ചാട്ടത്തിന്റെ സ്പ്രിങ് പോയാ? എനിക്ക് ആൻസി ഇല്ലാണ്ട് പറ്റൂല സാറേ. പിന്നെ അന്ന് എന്തുവായിരുന്നു പ്രശ്നം? അന്ന് അവള് ജെൻസി ആയിരുന്നു. നീ അല്ലടാ നേരത്തെ ആൻസി എന്ന് പറഞ്ഞേ, ഇപ്പൊ ജെൻസി ആയ? ജെൻസി കിഡ്, റിസ്, സസ്, സ്കിപ്പിടി. ഗോട്ട് എന്താന്നറിയോ? ഞാൻ സ്പൂണിന്റെ മണ്ടേ നാരങ്ങ ഉരുട്ടി ഓടിയപ്പോ കിട്ടിയ പണിയല്ല ഇത്. ഗോട്ടെന്ന് പറഞ്ഞ ആട്. ഗോട്ടെന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒരു ദിവസം അപ്പൂപ്പൻ പറമ്പി പണിയെടുത്തോണ്ടിരുന്നപ്പോ അവള് പറയാ ഹീസ് എ ഗോട്ടെന്ന്. അപ്പൂപ്പനെ ആടെന്ന് വിളിച്ചതിന് കൊടുത്തു മുഖം നോക്കി ഓർണം. ഓ, അതാണല്ലേ ഗോട്ട്. ഗോട്ട് ഇറ്റ്. ഒരു ദിവസം രാത്രി അവളെ എന്റെ അടുത്ത് നോക്കിയോ, 1 പീസ് കണ്ടിട്ടുണ്ടോ? നീ എന്തോ പറഞ്ഞു? ഞാനപ്പോഴേ അവളുടെ അടുത്ത് പറഞ്ഞു പല സൈസിൽ പല പീസ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴാ ഞാൻ അറിയുന്നത് അതൊരു ആനിമേഷൻ കാർട്ടൂൺ ആയിരുന്നു. കുമാർ ഒരുപാട് മാറുണ്ട്. താഴെ ലൈബ്രറിയിൽ ഇത് താണ്ടാ ജെൻസി എന്ന് പറഞ്ഞ് വിൻസി എഴുതിയ ഒരു ബുക്കുണ്ട്. അത് വായിച്ചിട്ട് കുമാർ കുമാർ. സാറേ, ബുക്കിന് പൈസ കൊടുക്കണോ? വേണ്ട, നീ ബുക്കും കട്ടോണ്ട് ഓട്. കുമാറേ പോന്നു സാർ. പോയിട്ട് വരണ്ട. എന്താ പ്രശ്നം? സാറേ, പ്രശ്നമാണ് സാറേ. ഇപ്പൊ സാറുമായിട്ടായ പ്രശ്നം. ഞാനായിട്ട് എന്ത് പ്രശ്നം? നിനക്ക് എന്തോ അടി മൊത്തത്തിൽ പ്രശ്നം? സാറേ, അളിയനാണ് പ്രശ്നം. അളിയൻ ഫുൾ ടൈം വെള്ളമടി. അത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ എനിക്ക് തന്നില്ല. അല്ല, എന്റെ മെക്കിട്ട് കയറുന്നു. ഓ സാറേ, ജോലി ഞാൻ എണ്ണ അടിക്കും. എന്നാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് മൂഡിന് നമുക്ക് ജോലി കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ സാറ് പറയാൻ പറ്റുമല്ലോ? മനസ്സിലായി സാറേ. ജോലിക്ക് പോയിട്ട് അതെനിക്കറിഞ്ഞൂടാ. കണ്ടോ സാറേ, അടിച്ചിട്ട് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? എങ്കിൽ പറ. അല്ല, എനിക്ക് മനസ്സിലായില്ലെന്ന്. സാറല്ലേ ഇപ്പൊ പറഞ്ഞ മനസ്സിലായെന്ന്? അതല്ലടാ, ഇയാള് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സാറേ, ഞാൻ പറയാം. പറ കുട്ടി. എനിക്കാളെ മനസ്സിലാവുന്നില്ല സാറേ. ഇതെന്തോന്ന് മനസ്സില്ല കുടുംബോ? സാറേ, എനിക്ക് ഡൈവേഴ്സ് വേണം. അതിന് നിന്റെ പെണ്ണുമ്പോൾ എന്തി? സാറേ, എന്റെ പെങ്ങക്ക്. സാറിപ്പോ ഡൈവോഴ്സ് കൊടുത്താ എന്റെ 1ാം വിവാഹം കഴിഞ്ഞു. പിന്നെ 2ാം വിവാഹം കഴിഞ്ഞതിന് ഞാൻ പിന്നെ ഇവിടെ ഇരിക്കേണ്ടി വരില്ല സാറേ. സാർ അത് പേടിക്കണ്ട, ഇയാൾക്ക് വേറെ പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളാ എള്ളോളം തരി ഗോൾഡൻ ദിന തനി തഞ്ചാവൂര് സരിന്ദിന ആ ടൈമിൽ കല്യാണം കഴിച്ച ആൾക്കാരാണോ? അതെ, വീഡിയോ എടുത്തു കൊടുത്തത് ഞാനാണ്. 1 മില്യൺ ലൈക്സ് ആയിരുന്നു. എനിക്ക് സാറേ, അപ്പൊ എന്റെ ഡൈവോഴ്സോ? അതിനൊരു ട്രെൻഡ് വരുന്നുണ്ടെന്നാ കേട്ടത്. പൊക്കോ. താങ്ക് യു സാറേ. നിന്നെ ഞാൻ എവിടെയോ മെഡൈറ്റം വംശനാശമേ. ഇതിലും ഭേദം മറ്റേ ജെൻസി ആയിരുന്നു. അച്ഛൻ താമസിച്ചെന്ത്? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നോ? ഇത് ഗേൾസിനുള്ളതല്ലേ, ബോയ്സിനുള്ളത് എന്തേ? 19 കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ മോനായി ജനിച്ച എന്നെ പറഞ്ഞാ മതി. ഏത് സമയത്ത് ഈ കിൻഡർ ജോയിൽ ഇത്രയും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കിൻഡർ ജോയിയാ? അച്ഛാ, ചേട്ടനോട് കളിച്ചു നടന്നവർക്കൊക്കെ 2 പിള്ളേരായി. നിങ്ങൾ അങ്ങനെ അടുത്ത് പണിക്കുവാൻ പറഞ്ഞേ. എടാ മോനെ, ഇത് പറയാൻ ഞാൻ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവ അച്ഛനും ഞാൻ മോനുമായി പോകൂടാ. ഇയാളിത് എന്തോന്ന് അച്ഛൻ? എന്താടാ ഈ സാധനം അവിടെ ഇട്ട് ചെല്ലി പോ. വലിയ പരിപാടിയാണല്ലോ. ഇതാര് മോനെ? പടയാളിയാ. ഏത് രാജ്യത്ത്? വെറുതെ. നീ വെറുതെയാന്ന് എനിക്കറിയാം. ചേട്ടാ, സമയം കളയിൽ ലോകത്ത് എന്തോരം ജോലികളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന്? അല്ല ചേട്ടാ, എന്ത് ഇവിടെ ചെയ്യുന്നത്? എടാ, രാവിലെ 10 മണിക്ക് എണീച്ച് കുളിച്ച് റെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 1 മണിയാകുമ്പോൾ അമ്മ ചോറുണ്ടായി കഴിഞ്ഞാൽ 1 ചാമ്പ ഞാൻ ചോറ് കഴിക്കും. നിങ്ങൾ കഴിക്കുമോ? ഇന്ന് എന്നെ കുളിച്ചോണ്ടിരിക്കുന്ന ടാങ്കിലെ വെള്ളം തീർന്നു. ആരാ മുട്ടിട്ടെ? ആരാ? ഞാൻ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കുളിച്ചു. അത് പിന്നെ എനിക്ക് ജോലിക്ക് പോണ്ടേ? നീ ഈ ജോലിക്ക് വന്ന സമയത്ത് അച്ഛനെ അമ്മയെ നോക്കാൻ ആരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കെ. ഈ വടി പോലെ നിൽക്കുന്ന മനുഷ്യൻ ഊന്നുവടിയായില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം നീ പറയരുത്. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് ഞാൻ. ഒരച്ചപ്പൂടെടുത്ത് വിരലിട്ട് വായിലിട്ടിരി. അച്ഛാ, എന്റെ പടയാളി തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലാളിയാ. സാരി കൊള്ളാം അല്ലേ? പക്ഷെ നമ്മുടെ കല്യാണത്തിന് ഇത് വേണ്ട. മിനിമം ഒരു 1 ലക്ഷം രൂപയുടെ സാരിയെങ്കിലും വേണം. കല്യാണ പയ്യനാരാ? നിന്റെ പേരല്ലേ ഇത്? ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്താതിരിക്കുക. ഇപ്പൊ അതൊക്കെ കുറവാ. അയ്യോ, അത് കോടികളുള്ളവനാണ് ലക്ഷങ്ങൾ കുറവ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് 1 ലക്ഷം രൂപയുടെ സാരിയെങ്കിലും മേടിച്ചെന്നേ പറ്റൂ. സാരിയുടെ കാര്യമൊക്കെ പറഞ്ഞ അടി കൂടുന്നു. നമുക്ക് ഒളിച്ചോടാന്ന് വെച്ചൊരു തറക്കിട്ട്. അളിയ ഈ റീല് കണ്ട വിറ്റ് സാധനം. ഇത് കണ്ടപ്പോഴേ എനിക്ക് നിന്നെ കാണിക്കാൻ തോന്നി.
അതിനകത്ത് സെന്റ് ഓപ്ഷൻ ഇല്ലായിരുന്നോ? അയച്ചു തന്നാ പോരെ? എന്തിനാ എറണാകുളത്തോട്ട് കെട്ടിയെടുത്ത് ഇത് കാണിക്കാൻ? സെൻഡ് ചെയ്ത് തന്നാ നിന്റെ ഈ ലൈവ് ചിരി എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? അത് കാണുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം അല്ലേ മങ്ങളെ? ആ ബാഗ് വെച്ചിട്ട് ഞാൻ വരുന്നു. കല്യാണത്തിന് സാരി മേടിച്ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവൻ കാണരുത്. അയ്യോ അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാ പിടിച്ച് കിടത്ത് നടക്ക്. ആ ഞാൻ എത്തി. ഒന്ന് നീങ്ങ. എത്ര നേരം വേളയാ നിന്നെ കണ്ടിട്ട്? ഇന്നലെ അല്ലടാ പോയത്. അതില് നേരം ഒന്ന് പറഞ്ഞേ. ഞാൻ പിടിച്ചു. എന്തോ മങ്ങളെ? അല്ല നീ വല്ലതും കഴിച്ചോന്ന്? ഇപ്പം വേണ്ട, ഒരു 1:10 1:09 ആയില്ലേ? അതല്ലേ പറഞ്ഞ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യലേ. ഇവ എന്തുവാടി ഇങ്ങനെ പണ്ട് മുതലുള്ള ആർത്തി? കൊച്ചിയിലെ ചെറായി ബീച്ചിൽ ഏലിയന്റെ പേടകം കണ്ടതായി നാട്ടുകാർ. ഈ ഏലിയനൊക്കെ എവിടുന്ന് വരുന്നടാ? എന്തായാലും നിന്റെ കണക്ക് വലിഞ്ഞേറി വരുന്നില്ല. ഏ? അല്ല ഒരു വണ്ടി ഉണ്ടല്ലോ, എയർ വാഹനം തോ. ഏലിയൻസ് അല്ലാതെ ഇവിടെ ഇപ്പൊ ആര് വരാൻ? ന്യൂസ് കേട്ടാണ് പുള്ളി. ഇനിയെങ്കിലും ഒന്ന് മാറിത്താടാ. ആരും ഉറങ്ങിയില്ലേ? അബ്ബാസ് അല്ലേ അത്? നിങ്ങളാരും ഉറങ്ങിയില്ലേ? കൊച്ചിയിൽ ആദ്യമായിട്ടാണോ? ആ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിൽ ആൾക്കാർ വെളുപ്പിനെ ഉറങ്ങുന്നതെന്ന് അവനെ അറിഞ്ഞൂടാ. ഏതാ ഗ്രഹം? അന്യഗ്രഹം. അയ്യോ കറക്റ്റാ, അന്യഗ്രഹത്തില് എന്താ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നേ? അത് ഞാൻ പേടക വണ്ടിന്ന് വൈപ്പും ബീച്ചാണോ ഒന്ന് എത്തി നോക്കിയതാ. ഒരു ഉൽക്ക തട്ടി ഇവിടത്തെ ക്ലോസറ്റ് വീണ്. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, വൈപ്പിനിന്ന് അടുത്ത വണ്ടി ഉണ്ടേ. എടാ കള്ളാ, അപ്പൊ 2 ഏലിയനോ? ഉയ്യോ പെങ്ങളെ, ഒരു ഏലിയനുള്ളൂ ഞാൻ. ഇവ കള്ളനാ. കള്ളനാ സത്യമായിട്ട് ഞാനായാലും നോക്കിയേ, ഡിറ്റോ അല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, സത്യമായിട്ടും ഞാനാണ് ഏലിയൻ. ചെറായി കടപ്പുറത്ത് ക്രാഷ് ലാൻഡ് ചെയ്തപ്പോ എന്റെ പേടകത്തിന്റെ റിമോട്ട് ഇവൻ അടിച്ചോണ്ട് പോയി. കള്ളൻ. അല്ലായിരുന്നു അത്. എടാ റിമോട്ട് താടാ, അതുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. കണ്ടാ നാടെന്ന്, ഞങ്ങൾ ഏലിയൻസ് ഗ്രഹത്തിലല്ലേ ഉള്ളത്. എടാ നാടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഗ്രഹത്തിന് ഉദ്ദേശിച്ചത്. അങ്ങനെ നീ ഒരു 10 ഗ്രഹത്തിന്റെ പേര് പറ. പിന്നെന്താ? മെർക്കുറി, മാഴ്സ്, സ്നിക്കേഴ്സ്, ബൗണ്ടി, ഗാലക്സി, കളകളി ഇതൊക്കെ പിള്ളേരാണ് മിഠായിലാണ്. അത് ചേട്ടൻ ഏലിയനാണെന്ന് ഞങ്ങൾക്ക് എന്താ തെളിവ്? ബ്രില്യൻ ക്വസ്റ്റ്യൻ കുട്ടി. താങ്ക്സ്. ഈ വരുന്ന ജൂലൈ 30 എന്റെ ബയോപിക്കായ പ്ലൂട്ടോ തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. നിങ്ങൾ എല്ലാരും പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനാണ് ശരിക്കും ഏലിയെന്ന്, ഈ കള്ളനാണ് ശരിക്കും ഏലിയെന്ന്. എന്നാ ഞങ്ങൾ പോയിട്ട് 30-ാം തീയതി അപ്പൊ തീരുമാനിക്കാലോ. വാ നടക്കളിയാ. അളിയനോ? ഏലിയ ടാറ്റ. കാണണേ, എനിക്ക് നാട്ടിൽ നിൽക്കാനുള്ളതാ. ആ കുട്ടി മാരീഡാണോ?